നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് പാമ്പ് ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെയൊക്കെ കൃഷി സ്ഥലങ്ങളിൽ സാധാരണയായി കാണുന്നതാണ് പാമ്പിൻ്റെ ശല്യം. കാരണം ഈ സമയത്ത് ചൂടധികമായതിനാൽ നമ്മളുടെ വിളകളിലും അതുപോലെ തന്നെ പറമ്പുകളിലും എവിടെ നനവുണ്ടോ ആ ഭാഗത്ത് സാധാരണയായി പാമ്പുകൾ വന്നിരിക്കാറുണ്ട്. അത് നമ്മുടെ അതിരടുക്കുകളിലും മറ്റുമൊക്കെയാണ് സ്വാഭാവികമായിട്ടും കാണുന്നത്. അതിനെ നമുക്ക് മാളങ്ങളിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള ഒരു എളുപ്പ സൂത്രവിദ്യയാണ് ഇന്ന് ഞാൻ മച്ചാന്മാരൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നത്. അതിന് നമുക്ക് വീട്ടിലുള്ള 2 സാധനങ്ങൾ മാത്രം മതി. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പാമ്പ് ശല്യം പൂർണ്ണമായും നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. തന്നെ നമുക്ക് ഈ പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 സാധനമാണ്. അതിൽ മെയിനായിട്ടുള്ളത് ഇതാണ്. ഇത് മുരിങ്ങ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. മുരിങ്ങ ചെടിയുടെ നമ്മളെ മുകൾ ഭാഗത്തുള്ള പട്ടയല്ല, ഏറ്റവും അടിഭാഗത്തുള്ള വേര് ഭാഗത്തുള്ള പട്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് തോണ്ടയൊന്നും വേണ്ട, ഏറ്റവും അടിഭാഗത്തുള്ള പട്ടകളെ ചെത്തിയെടുക്കണം. ഇതുപോലെ നമ്മൾ കുറച്ചെടുത്താൽ മതി. അത് ചെടി നല്ല കുഞ്ഞു ചെടിയൊക്കെയാണ്. ഈ ചെടി പട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെടി പടാത്ത വിധത്തിൽ വലിയ മുരിങ്ങയുടെ പട്ടകളാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ലപോലെ കായ്ക്കുന്ന മുരിങ്ങയുടെ ചുവട്ട് ഭാഗത്തു നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെടി പട്ടുപോകും. അതുപോലെ തന്നെ മരത്തിലുള്ള ഈ കരിന്തൊലി അല്ല നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ ചുവട് ഭാഗത്തുള്ള ഈ പട്ടയാണ് എടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ വേരിൻ്റെ അവിടെയുള്ള പട്ട, ഇതാണ് നമ്മൾ ചെത്തിയെടുക്കേണ്ടത്. ഇത് നമുക്ക് കുറച്ച് ചെത്തിയെടുക്കണം. തടിയല്ല, പട്ടയാണ് വേണ്ടത്. വലിയ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വേര് തെളിഞ്ഞ് നിൽപ്പുണ്ടാവും. ഇതുപോലെ വേര് ചുവട് ഭാഗത്ത് തെളിഞ്ഞിട്ടുണ്ടാവും. ആ പട്ട നമ്മളിങ്ങനെ എടുത്ത് വെട്ടിയെടുക്കണം. കാരണം ഇത് നമ്മളെ കൃഷിത്തോട്ടത്തിനും അതുപോലെ തന്നെ വീട്ടിൻ്റെ ചുവട്ടിലുമൊക്കെ ഈ വീട്ടിന് ചുറ്റാകെയൊക്കെ ഈ ചൂട് സമയത്ത് പാമ്പുകളുടെ ശല്യം കൂടി വരാറുണ്ട്. അപ്പോൾ അതിന് വേറൊരു മരുന്നുകളുമില്ല. ഇത് ഒരു തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് വേറൊരു കൂട്ടും കൂടെ ഉണ്ട്, അത് ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്കിത് ചെയ്തതുകൊണ്ട് ഉപയോഗമുള്ളൂ. വേര് ഭാഗത്തെ പട്ട ഇതുപോലെ കണ്ടോ, അത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്ര മതി. നമ്മളെ പട്ട, നമ്മളെ മുരിങ്ങാപ്പട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 തുടം വെളുത്തുള്ളിയാണ്. നമ്മളെ വെള്ളപ്പൂണ്ടെന്നൊക്കെ പറയുന്ന വെളുത്തുള്ളി. ഇത് രണ്ടും കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. നല്ലതുപോലെ അടിച്ചെടുക്കണം. നമ്മളെ വെളുത്തുള്ളി പൂണ്ടിൻ്റെ കട്ട നമ്മൾ പിരുത്ത് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം ഇത്. അപ്പോൾ നമ്മൾ അരച്ച് നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിരിക്കുകയാണ്. അതിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ സ്പൂണിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളമേ ചേർക്കാവൂ. അപ്പോൾ നമ്മൾ മൊത്തം 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് അരിച്ചെടുക്കണം. ഇതിനായി നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ അരിക്കുന്ന അരിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്കിതിനെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ ചാറാണ് നമുക്ക് വേണ്ടത്. ഇത് അരിക്കാതെ ഒരിക്കലും സ്പ്രേയറിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പ്രേയർ അടഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിനെ കൈ കൊണ്ട് ഒന്ന് ഞെവടി നമുക്കിതിൻ്റെ ചാറ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറക്കണം. അതായത് നമുക്ക് ഏറ്റവും ഇതിൻ്റെ സത്തുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത മിശ്രിതമാണിത്.
അതിലേക്ക് നമുക്ക് ഇതുപോലെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടത് 3 ഗ്ലാസ് വെള്ളമാണ്. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേയറിൽ കുലുക്കി നമ്മളെ ചെടിയൊക്കെ അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്പ്രേയറിൽ നല്ലതുപോലെ കലക്കി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലതുപോലെ കാടുള്ള ഭാഗത്തും അതുപോലെ തന്നെ ചെടികൾ ഈ പച്ചക്കറി ചെടികളൊക്കെ ഇപ്പം ചൂട് സമയത്ത് ഇതിൻ്റെ ചുവട് ഭാഗത്ത് വെള്ളം വീഴുന്നത് കൊണ്ട് ഈ പാമ്പിൻ്റെ ശല്യം അവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മളെ കൊച്ചുങ്ങളൊക്കെ എപ്പോഴും പോകുന്ന സ്ഥലമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനെ ചെയ്യണം. കാരണം കുട്ടികളൊക്കെ കൗതുകം കൊണ്ട് പച്ചക്കറികളൊക്കെ പറിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ഈ ഒരു ദോഷം ഉണ്ടാകുന്നത്. ഇതുപോലുള്ള നമ്മളെ ക്യാബേജ് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ 1 തവണ സ്പ്രേ ചെയ്താൽ മതി. പിന്നെ പാമ്പുകൾ ആ ഭാഗത്തെ അടുക്കില്ല. ഒരാഴ്ചയിലൊരിക്കൽ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വലിയ പൈസ ചിലവൊന്നുമില്ല. ഇത് ചെടികളുടെ ഇലകളിൽ വീണ ഈ ഇലകളിലുള്ള കീടങ്ങളെയും ഇത് നശിപ്പിക്കും. കീടശല്യത്തിനും എല്ലാം വളരെ നല്ലതാണ്. ഇതിൻ്റെ ഈ നനവുള്ള ഭാഗത്താണ് സാധാരണ പാമ്പുകളുടെ വാസമുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ചെടികളുടെയും ചുവട് ഭാഗത്തും അതുപോലെ തന്നെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ ചെല്ലത്തക്ക വിധത്തിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ പുഴുക്കളുടെ ആക്രമണമൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇതിനൊരു പ്രത്യേക ഗന്ധമുള്ളതുകൊണ്ട് ഈ ഗന്ധം പുഴുക്കൊക്കെ ഇഷ്ടപ്പെടില്ല. അതുപോലെ കോളിഫ്ലവറൊക്കെ നമ്മളെ വീടുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കൗതുകം കൊണ്ട് ഓടി വന്ന് ഇതിൻ്റെ കീഴിൽ കയറും. അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഉള്ള ദോഷങ്ങൾ നമ്മളെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്പ്രേ ചെയ്യണം. അതുമാത്രമല്ല ഈ ചൂട് സമയത്താണ് ഈ പാമ്പുകൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ആവി കാരണം. രാത്രി കാലങ്ങളിൽ ഇവൻ്റെ ശല്യം കൂടുതലായിട്ട് കാണും പരിസര പ്രദേശങ്ങളിൽ. ഞാൻ ഇത് മാസങ്ങളായിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും ഈ ഭാഗത്തൊക്കെ കണ്ട കല്ലുകെട്ടുള്ള ഭാഗമാണ്. ഇവിടെ എങ്ങും ഒരു പാമ്പിൻ്റെ ഒരു ശല്യമോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ചൂട് സമയത്ത് ചെടികൾക്ക് പൊതയിട്ട് കൊടുക്കും. ഈ പൊതയൊക്കെ ഇട്ടുന്നിടത്ത് സാധാരണ ഇതിൻ്റെ കീഴൊക്കെ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ഭാഗത്തേ അത് കാണില്ല. അതുപോലെ തന്നെ കല്ലുകെട്ടുള്ള ഭാഗങ്ങൾ, ഇതുപോലെ കല്ലുകെട്ടുള്ള നമ്മൾ അതിര് ഭാഗങ്ങളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അരണയോ പാമ്പോ ഓന്തോ യാതൊരുവിധ ക്ഷുദ്രജീവികളും നമ്മളെ കൃഷി സ്ഥലത്തേക്ക് അടുക്കുകയില്ല. പാറകെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളെ ആ വാസസ്ഥലത്ത് നിന്നും അത് പോകും ഇതിൻ്റെ സ്മെല്ല് കാരണം. അപ്പോൾ മച്ചാമാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം. അപ്പോൾ ഇനിയും ഒരു വീഡിയോയും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാ മച്ചാമാർക്കും നന്ദി, നമസ്കാരം.